So good morning, dear students. So today we will be continuing with module 2. Module 2-ലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ആൻഡ് വിച്ച് ഈസ് വൺ എമംഗ് ദ ബേസിക്സ് ഇൻ അവർ കോഴ്സ് ഓഫ് തെർമോഡൈനാമിക്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂൾ 2-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ബൈ അനദർ ടേം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ്. നമ്മൾ കോഴ്സിൻ്റെ തുടക്കത്തിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺസർവേഷൻ ഓഫ് എനർജി, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ? യു ഓൾ നോ വാട്ട് ഈസ് ദാറ്റ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഓക്കെ, എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല, ആൻഡ് വി കനോട്ട് ഡിസ്ട്രോയ് എനർജി ഓൾസോ. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. ഇതാണ് സാധാരണ നമ്മൾ പഠിക്കാറുള്ളത്. പക്ഷേ ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ബട്ട് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ക്യാൻ ബി transformed to another forms. ഓക്കെ, ഈ ഒരു പാർട്ട് പൊതുവെ ആരും പറയാറില്ല ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ, ബട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? It states that the first law of thermodynamics states that energy can neither be created nor destroyed but can be transformed to another form. അതായത് വൺ ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മളൊരു പ്രാക്ടിക്കൽ കേസിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മലമുകളിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മളൊരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സ്റ്റോൺ, ഇറ്റ്സ് മാസ് ഈസ് m. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും ഇതിന്, അല്ലേ? ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് 1. പൊട്ടൻഷ്യൽ എനർജി ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ലെറ്റ് ഇറ്റ് ബി at 10 units. ഓക്കെ, ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് അറ്റ് 10 units. 10 units പറയുമ്പോൾ നമ്മളെ എനർജിയുടെ യൂണിറ്റ്സ് പറഞ്ഞാൽ കിലോ ജൂൾ. ലെറ്റ് ഇറ്റ് ബി അറ്റ് 10 കിലോ ജൂൾ. ഒരു റാൻഡം നമ്പർ ഞാൻ പറയാന്നേ ഉള്ളൂ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി അറ്റ് 10 കിലോ ജൂൾ. അപ്പോൾ ഈ നേരത്തുള്ള കൈനറ്റിക് എനർജി, ഇതിന് മോഷൻ ഇല്ല, സോ കൈനറ്റിക് എനർജി അറ്റ് ദിസ് ഇൻസ്റ്റന്റ് ഈസ് 0 കിലോ ജൂൾ. ഞാൻ ഈ ഒരു മാസിനെ താഴേക്ക് ഇട്ടാൽ at some distance of delta z, ഒരു ചേഞ്ച് ഇൻ ഹൈറ്റ് വഴി ഞാൻ ഈ മാസിനെ താഴേക്ക് ഇട്ടാൽ ഈ ഒരു ഇൻസ്റ്റൻ്റ് എത്തുമ്പോഴേക്ക് ദ സെയിം മാസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്തിട്ടുണ്ടാവും അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ്? പണ്ട് 10 ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി ഡ്യൂ ടു ദ ഹൈറ്റ്. ആ ഹൈറ്റ് കുറഞ്ഞു, സോ പൊട്ടൻഷ്യൽ എനർജി നോർമലി 10 നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് കുറഞ്ഞിട്ടുണ്ടാവും. ലെറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ബി 6 കിലോ ജൂൾ. So the kinetic energy at this moment will be, it is not first instant, the second instant. രണ്ടാമത്തെ ഇൻസ്റ്റൻ്റ് ആണ് എടുത്തത്. So here it is the second instant. ഈ ഒരു പ്ലേസിലാണ് my first instant. This is my second instant. So kinetic energy at here, total potential energy and kinetic energy total എത്രയായിരുന്നു? 10 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 6 ആയി. അപ്പോൾ ഇനി ബാക്കി എത്രയുള്ളത്? 4 കിലോ ജൂൾ. അതായത് എനർജി ഒരിക്കലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയില്ല.
ഒന്നും നശിച്ചു പോവുകയില്ല. പക്ഷേ അത് ട്രാൻസ്ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഒരു എമൗണ്ട് കൈനറ്റിക് എനർജിക്ക് പോയി. അതെല്ലാം നേരെ തിരിച്ചാണ്. താഴേന്ന് മുകൾക്കാണ് ത്രോ ചെയ്യുന്നത്. ഒരു പന്ത് മുകൾക്ക് എറിയുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ കൈനറ്റിക് എനർജി മാറി അത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഫുള്ളി ട്രാൻസ്ഫേർഡ് ആയിട്ട് മാറും. അങ്ങനെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോംസ് മാറ്റപ്പെടാം, ഒരിക്കലും പുതിയൊരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയൊന്നുമില്ല. ദ ഹോൾ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാക്ടിക്കൽ കേസിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഓവൻ എടുത്തിട്ട് ആ ഓവൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പൊട്ടാറ്റോ ഞാൻ കുക്ക് ചെയ്യാനിട്ടു. അപ്പോൾ ഓവനിൽ സംഭവിക്കുന്ന ഒരു ഹീറ്റ് എനർജി ഇങ്ങോട്ടേക്ക് കൊടുക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ ആ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഇവിടെ സ്റ്റോർഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാവും ആ ഒരു ഫുഡ് പ്രോഡക്റ്റിൽ. സോ അങ്ങനെ ഒരിക്കലും എനർജി എന്ത് ചെയ്യുന്നില്ല, എങ്ങനെ നമ്മൾ എനർജി കൊടുത്താലും ഇറ്റ് ഈസ് ഐദർ ട്രാൻസ്ഫോമിങ് ടു അനദർ ഫോം ഓർ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് സ്റ്റോർഡ് ഇൻ എ ഒബ്ജക്റ്റ് ഓർ ഇൻ എ substance. That is the explanation for first law of thermodynamics. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. First law of thermodynamics, for a closed system, net heat transfer is equal to net work transfer. For closed system, as per our first law of thermodynamics, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ. അതാണ് നമ്മുടെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഡി ക്യൂ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഡി ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, ഒരു സിസ്റ്റം ക്ലോസ്ഡ് ആണെങ്കിൽ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു സൈക്ലിക് ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ദ സൈക്ലിക് ഇൻ്റഗ്രൽ ഫോർ എ ക്ലോസ്ഡ് പാത്ത് ഡി ക്യൂ, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, ദാറ്റ്സ് വൈ ഐ പുട്ട് എ ഡാഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ചേഞ്ച് ഇൻ വർക്ക് ട്രാൻസ്ഫർ. സൈക്ലിക് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പ്രോസസ്സ് എപ്പോഴും ഒരു സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദാറ്റ് സൈക്കിൾ അല്ലെങ്കിൽ ആ ക്ലോസ് സിസ്റ്റത്തിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ തെർമോഡൈനാമിക്സ് മറ്റുള്ള കേസിലൊക്കെ നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ ആദ്യം ഒരു ഇക്വേഷൻ, നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, അതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. പിന്നെ പല കേസസ് അസ്യൂം ചെയ്തിട്ട് ഇക്വേഷൻ 2 വരും, പിന്നെ വേറൊരു ഇക്വേഷൻ 3 വരും. അങ്ങനെ 2ഉം 3യും ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വേഷൻ 4 വരും. അങ്ങനെ 4ഉം 3യും ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 5th ഇക്വേഷൻ കിട്ടും, വിച്ച് ഈസ് എ ന്യൂ ഇക്വേഷൻ. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാറ്. ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. പൊതുവേ ആദ്യം ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ടാവും. അതിൽ നിന്നായിരിക്കും നമ്മൾ മറ്റുള്ള ബാക്കിയുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച് അത് തമ്മിലുള്ള ഇൻ്റർ റിലേഷനൊക്കെ കണ്ടിട്ട് ഫൈനലി ഒരു പുതിയൊരു ഇക്വേഷൻ അല്ലെങ്കിൽ റീഅറേഞ്ച് ആയിരിക്കും ബാക്കിയുള്ള ഇക്വേഷൻസിന് ഒരു പുതിയ ടേം കിട്ടുക. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. തെർമോഡൈനാമിക്സിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന പരിപാടിയില്ല. പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് നമ്മൾ ഇക്വേഷൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത് എക്സ്പെരിമെൻസിൽ നിന്ന് മാത്രമാണ്. എക്സ്പെരിമെൻസുകൾ നടത്തും. ട്രയൽ ആൻഡ് എറർ എന്നുള്ള രീതിയിലുള്ള മെത്തേഡ് പോലെ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തി അങ്ങനെ പല എക്സ്പെരിമെൻസിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇക്വേഷൻ നമ്മൾ
ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വരുന്നത്. വേറെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഈ ഇക്വേഷൻ നമ്മൾ വീണ്ടും വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഇക്വേഷൻ ആസ് സച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ ഫോർ എ തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ് സിസ്റ്റം പറഞ്ഞാൽ ഇതുപോലെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതിന് ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ആ എക്സ്പെരിമെൻ്റ് ഏതാണെന്നാണ് നമ്മുടെ സിലബസിൽ നമുക്കത് പഠിക്കാനുണ്ട്, ആ ഇക്വേഷൻ ഏതാണെന്നുള്ളത്. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. നമ്മുടെ KTU സിലബസിൽ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പഠിക്കാനുള്ളത്. സോ ദാറ്റ് വി വിൽ എക്സ്പ്ലെയിൻ. ദാറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് called Joule's experiment. Joule's experiment. നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ ഉപയോഗിച്ച ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉപയോഗിച്ച ഒരു എക്സ്പെരിമെൻ്റ് ആണ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. സോ ഹൗ ഈസ് ദിസ് എക്സ്പെരിമെൻ്റ് ആണ്. സോ ആദ്യം ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. ആദ്യം ആ ഡയഗ്രാം ഞാൻ വരക്കാം. സോ this is the diagrammatic representation for the experimental setup of Joule's experiment. ഇപ്പോൾ ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയാം. ഒരു ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ഉണ്ട്. ആ ഇൻസുലേറ്റഡ് കണ്ടെയ്നറിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഓഫ് സം മാസ്. സേ ഇറ്റ് ഈസ് എ നോൺ മാസ് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഓഫ് സം നോൺ മാസ്, സേ ദ വാല്യൂ മേ ബി എം കിലോഗ്രാം വെയിറ്റ് ഉള്ള വാട്ടറാണ് ഒരു ഇൻസുലേറ്റഡ് കണ്ടെയ്നറിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നിറച്ചിട്ടുള്ളത്. അത് ക്ലോസ്ഡ് ആണ് കണ്ടെയ്നർ. ആൻഡ് ഒരു തെർമോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ തെർമോമീറ്റർ. ഓക്കെ, ഇറ്റ്സ് എ തെർമോമീറ്റർ. തെർമോമീറ്റർ എന്തിനാ നിങ്ങൾക്ക് അറിയാലോ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാണ് തെർമോമീറ്റേഴ്സ്. സോ അതിന്മേൽ റീഡിങ്സ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് കാണിക്കുകയാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ വരയ്ക്കുക. ഞാൻ ഈ ബോർഡിൽ വരക്കുമ്പോൾ സ്കെയിലും കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ല വരയ്ക്കുക. വെൻ യു ആർ ഡ്രോയിങ്, ഡ്രോ ഇറ്റ് നീറ്റ്ലി ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ ഒരു തെർമോമീറ്റർ ഉണ്ടാവും ഫോർ അനലൈസിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം. ആൻഡ് ഒരു സ്റ്റിറർ ഉണ്ട്, ഒരു പാഡിൽ വീൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്റ്റിറർ ഇങ്ങനെ കറക്കാൻ പറ്റുന്നത്, ഈ മിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ പുള്ളി. ആ പുള്ളി എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്യുന്നത്, ടു സം വെയിറ്റ്. ഓക്കെ, സം സോർട്ട് ഓഫ് വെയിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾ നോക്കണ്ട. ഇത്രയാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉള്ളത്. സോ ദർ ഈസ് ആൻ ഇൻസുലേറ്റഡ് കണ്ടെയ്നർ, വെള്ളം നിറച്ചിട്ടുണ്ട്, അതിലൊരു തെർമോമീറ്റർ ഉണ്ട്, അതേപോലെ ഒരു പാഡൽ ഷാഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ്, ദിസ് സ്റ്റിറർ ഈസ് കണക്റ്റഡ് ടു എ വെയിറ്റ് ത്രൂ ദ ഹെൽപ്പ് ഓഫ് എ പുള്ളി. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. സേ ഫോർ എക്സാമ്പിൾ പുറത്തത്തെ ടെമ്പറേച്ചർ T1 ആയിരുന്നു സങ്കല്പിക്കുക. അപ്പോൾ ഉള്ളത്തെ ടെമ്പറേച്ചർ എന്താ, നോർമൽ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് T1 ഇറ്റ്സെൽഫ്. Now what we are doing is, നമ്മൾ ഇതിലേക്ക് വർക്ക് ഈസ് ബീങ് ഫെഡ് ടു ദി സിസ്റ്റം. ഇതാണ് എൻ്റെ സിസ്റ്റം. ഈ ഒരു വാട്ടറും ഇതിനുള്ളിൽ സ്റ്റിറർ, ഇതാണ് എൻ്റെ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വർക്ക് ഡൺ, സിസ്റ്റത്തിലേക്ക് ഞാൻ വർക്ക് ഡൺ, ഐ എം ഗിവിങ് എക്സ്റ്റേണൽ വർക്ക് ടു ദി സിസ്റ്റം. പുറത്ത് നിന്ന് ഞാൻ വർക്ക് ഇതിലേക്ക് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ വർക്ക് കൊടുക്കുന്നത്? ഐ ആം ഗിവിങ് വർക്ക് ബൈ ദിസ് സ്റ്റിറർ. ഈ സ്റ്റിറർ തിരിച്ചിട്ടാണ്, അതായത് സ്റ്റിർ ചെയ്യുക, കലക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഇത് സ്റ്റിർ ചെയ്യുന്ന വഴി ഞാൻ ഉള്ളിലേക്ക് വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഞാനിത് സ്റ്റിർ ചെയ്യുന്നത്? ഐ വിൽ മൂവ് ദിസ് വെയിറ്റ് ടു ഡൗൺവേർഡ്സ്. അപ്വേർഡ്സ് ആവാം, ഡൗൺവേർഡ്സ് ആവാം, എങ്ങോട്ടും ആവാം. അപ്പോൾ ഞാൻ ഇതിനെ താഴേക്ക് നീക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദിസ് ഈസ് ഗെറ്റിംഗ് പുൾഡ് ആൻഡ് ഇൻ ടേൺ വാട്ട് ഹാപ്പൻസ്, ദിസ് ഗെറ്റ്സ് റൊട്ടേറ്റഡ്. അപ്പോൾ ഈ സ്റ്റിറർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, സം സോർട്ട് ഓഫ് വർക്ക് ഈസ് ബീങ് ഗിവൺ ടു ദിസ് സിസ്റ്റം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? നമ്മളിവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം കിട്ടുന്ന വർക്ക് എന്താണോ അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. സോ ഞാനൊരു സ്റ്റാർട്ടിങ് പ്രോസസ്സ് ചെയ്യുന്ന നേരത്ത് ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഇതാണല്ലോ,
എന്നിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റൻ്റ് ആണ് വർക്ക് ഡൺ കൊടുക്കുന്നതെങ്കിൽ, സേ ഇഫ് ഐ എം ഡ്രോയിങ് എ ഗ്രാഫ്, ഞാനിവിടെ ഐ ഡോണ്ട് ഹാവ് ദ സ്പേസ് ഓവർ ഹിയർ, ഐ വിൽ ജസ്റ്റ് ഡ്രോ എ സാമ്പിൾ ഗ്രാഫ് ഓവർ ഹിയർ. ഇപ്പം ഞാനിവിടെ ഒരു PV ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് 1ൽ നിന്ന് ഞാൻ വർക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇത് കൂടുതൽ വർക്ക് ചെയ്യും, ഇതിലേക്ക് വർക്ക് ഇൻപുട്ട് കൊടുക്കും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ വിൽ ഗെറ്റ് റൈസ്ഡ്, അല്ലേ? അല്ലെങ്കിൽ പ്രഷർ വോളിയം എന്നുള്ള ഒരു ഗ്രാഫ് വേണ്ട. സ്റ്റേറ്റ് 1ൽ നിന്ന് അത് സ്റ്റേറ്റ് 2ലേക്ക് എത്തും, അല്ലേ? സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് എത്തും. ആൻഡ് ദർ മൈറ്റ് ബി എ ന്യൂ ടെമ്പറേച്ചർ മേ ബി ഫോംഡ്. സേ ദ ന്യൂ ടെമ്പറേച്ചർ വിൽ ബി T2. T1 മാറി ഇപ്പോൾ എന്തായിട്ടുണ്ടാവും? T2 ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അവിടെ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ സ്റ്റിറർ അങ്ങനെ കറങ്ങി നിൽക്കുന്നു. സോ സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദിസ് സിസ്റ്റം. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത്, സേ ഐ എം റൈറ്റിംഗ് ഡൗൺ ഇറ്റ് ഹിയർ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ W12 വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ദ വെയിറ്റ്. ഈ വെയിറ്റ് എത്രയാണോ ഇൻറ്റു, അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നാണ്. ഫോഴ്സിന് പകരം ഇവിടെ എന്താ ഉള്ളത്? വെയിറ്റ് ആണുള്ളത്. വെയിറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ഇത് എത്ര ട്രാവൽ ചെയ്തിട്ടുള്ളത്? ദിസ് മച്ച് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എക്സ്, അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ എനിക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തൂടെ? എനിക്ക് ഈ സിസ്റ്റത്തിൽ കൊടുത്ത വർക്ക് എത്രയെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? കാരണം ഈ വെയിറ്റ് എത്രയെന്ന് എനിക്കറിയാം. ഇത് ഞാൻ എത്രയാണ് താഴോട്ട് നീക്കിയത്, അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു സിസ്റ്റമെങ്കിൽ ഞാൻ ഇത് എത്രയാണ് മുകളിലോട്ട് നീക്കിയത്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് വർക്ക് ഡൺ എത്രയെന്ന് കണ്ടുപിടിച്ചൂടെ? എനിക്ക് വർക്ക് ഡൺ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വെയിറ്റ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. അതേസമയം ഇവിടെ ഈ വെള്ളത്തിനൊരു മാസ് ഉണ്ട്. മാസ് നമുക്കറിയാലോ, അറിയാം. ടെമ്പറേച്ചർ T1 ആയിരുന്നു ആദ്യത്തിൽ, പുറത്തുള്ള ടെമ്പറേച്ചർ തന്നെ. പിന്നെ ഈ വർക്ക് കൊടുക്കുന്നത് വഴി ടെമ്പറേച്ചർ എന്തായി? T2 ആയി. ഈ T2 ടെമ്പറേച്ചർ ഞാൻ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്? T2ഉം T1 ടെമ്പറേച്ചറും ഈ തെർമോമീറ്റർ വെച്ചിട്ടാണ് ഞാൻ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് എനിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ അതേപോലെ എനിക്ക് കാണാൻ പറ്റും. ഹീറ്റ് ട്രാൻസ്ഫർ പറയുന്നതിന് മുന്നേ ഇപ്പം ഞാൻ ഇങ്ങനെ വർക്ക് ഡൺ കൊടുത്തു. സോ സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഗോട്ട് ഓവർ ഹിയർ. ഇനി ഞാൻ ഈ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാണ്. ഇവിടെ ഒരു ഇൻസുലേറ്റഡ് കണ്ടെയ്നറാണ്. ആ ഇൻസുലേഷൻ ഞാൻ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇൻസുലേഷൻ റിമൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എക്സ്ട്രാ എമൗണ്ട് ഹീറ്റ് പുറത്തുള്ള ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചറാണ് എനിക്ക് സിസ്റ്റത്തിൽ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചർക്കാണ് ഹീറ്റ് നീങ്ങുക, അല്ലേ? ഏറ്റവും ചൂടിൽ നിന്ന് എവിടെയാണോ ചൂട് കൂടുതലുള്ള അവിടുന്ന് പുറത്തേക്കാണ് പോവുക. സോ ഹിയർ ടെമ്പറേച്ചർ T2 ഈസ് ഹൈ ദാൻ T1. സോ വാട്ട് ഹാപ്പൻസ്? ഇതിൻ്റെ ഈ ഇൻസുലേഷൻ ഞാൻ റിമൂവ് ചെയ്യുന്നത് വഴി ഈ T2 പതിയെ എന്താവും? തിരിച്ച് T1ലേക്ക് തന്നെ എത്തും. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഔട്ട്സൈഡ്, അല്ലേ? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഔട്ട്സൈഡ്. ആദ്യത്തിൽ നമ്മൾ വർക്കാണ് ഇൻപുട്ട് കൊടുത്തത്. വർക്ക് ഇൻപുട്ട് കൊടുത്തു, ദാറ്റ് വാസ് വർക്ക് ഫ്രം 1 to 2. നൗ തിരിച്ച് പഴയ സ്റ്റേറ്റ് T1 ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു. ദാറ്റ് മീൻസ് ഫ്രം 2 to 1 ഇറ്റ് ഗോസ് ബാക്ക് ഗിവിങ് എമൗണ്ട് ഹീറ്റ് ദാറ്റ് ഈസ് 2-1. വർക്ക് ആണ് ഇവിടെ കൊടുത്തത് 1 to 2. ഇവിടെ എനിക്ക് ഹീറ്റ് ആണ് Q 2 to 1 കിട്ടി. അപ്പോൾ ഈ Q കാൽക്കുലേറ്റ് ചെയ്യാം. ഈ Q കാൽക്കുലേറ്റ് ചെയ്തിട്ട് വർക്കും ഈ Qവും തമ്മിൽ ഈക്വൽ ആണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ Q കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? സോ ഞാൻ ഈ പാർട്ട് മായ്ക്കുന്നുണ്ട്. ഓക്കെ, ഐ വിൽ ഇറേസ് ഓഫ് ഹിയർ ബിക്കോസ് യു നോ വാട്ട് ഈസ് ദ കൺസെപ്റ്റ്, അല്ലേ? അപ്പോൾ ഈ വെയിറ്റ് ഞാൻ മൂവ് ചെയ്യുന്നത് വഴിയാണ് വർക്ക് കൊടുക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം എനിക്ക് വർക്കിൻ്റെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് വർക്ക് ഫ്രം 1 to 2 ഈസ് വെയിറ്റ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ഗിവൺ എക്സ്. ഇനി ഞാൻ ഈ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്കൊരു ഹീറ്റ് പോവുകയാണ് ചെയ്യുക. പുറത്തേക്ക് പോകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ Q 2 to 1. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ? നിങ്ങൾ പഠിക്കും. ദാറ്റ് ഈസ് mCp ΔT എന്നതാണ് ഇക്വേഷൻ. നിങ്ങൾ പണ്ടേ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് ഹിയർ m നമുക്കറിയില്ലേ? m ഈസ് നോൺ, ദാറ്റ് ഈസ് ദി മാസ് ഓഫ് ദി വാട്ടർ. Cp എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. വാട്ടറിന് Cp ആൻഡ് Cv വാല്യൂസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും, Cp Cv. ബട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് വാല്യൂ ഇസ് നോൺ ടു അസ്, മാസ് വാല്യൂ ഇസ് ഓൾസോ നോൺ ടു അസ്. ആൻഡ് വാട്ട് അബൌട്ട് ΔT? ΔT എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ
ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് T2 ആയിരുന്നു, അത് T1 ആയി. സോ T2 മൈനസ് T1, ഈ രണ്ട് റീഡിങ്സ് എനിക്കറിയില്ലേ, അതും അറിയാം. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് Q of 21 ആൻഡ് ഐ ക്യാൻ ഓൾസോ ഫൈൻഡ് W12. അപ്പോൾ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ, ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ജൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് work from 1 to 2 is always proportional to the heat given back. കൊടുക്കുന്ന വർക്ക് എന്താണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറമേക്ക് വിടുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ മാറ്റി മാറ്റി പല കേസ് നോക്കിയപ്പോഴും ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ വരച്ച ഗ്രാഫിനെ ഞാൻ കാണിക്കുകയാണെങ്കിൽ, സേ if I am doing it here is a position 1, here it is a position 2. ഞാൻ 1-ൽ നിന്ന് 2-ലേക്ക് ഇങ്ങോട്ടേക്ക് വർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ കൊടുക്കുന്ന വർക്കിനനുസരിച്ച് പുറത്തേക്കൊരു ഹീറ്റ് വരുന്നുണ്ട്. ദിസ് ഈസ് ഫ്രം 1 to 2, പിന്നെ 2-ൽ നിന്ന് തിരിച്ച് 1-ലേക്കാണ്. സോ ഐ റൈറ്റ് ഡൗൺ Q2 to 1. ഓക്കെ, സോ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഹീറ്റ് ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. സി, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും എന്താണ്, തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ജൂളിന് മനസ്സിലായത്. ആൻഡ് ഹെൻസ് വാട്ട് ഹി ഹാഡ് ഡൺ വാസ് ദാറ്റ് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് റിമൂവ് ചെയ്തു ബൈ ഇൻട്രൊഡ്യൂസിങ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് ജൂൾ. സോ W12 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു J ടൈംസ് Q of 12. ഈ J എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ജൂൾസ് ഇക്വലൻറ്റ്. Joules equivalent, and its unit അല്ലെങ്കിൽ its value is equal to 1 Newton meter per joule. ഓക്കെ, J വാല്യൂ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ഡെസിഗ്നേഷൻ ആണ്, or it's a constant which is introduced by Joule and that is called Joule's equivalent. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. and its value is 1 Newton meter per joule. സോ ഇതൊരു സിംഗിൾ ഒരൊറ്റ വർക്ക് ട്രാൻസ്ഫറും ഒരൊറ്റ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോഴാണ് ഈ കേസ്. പക്ഷെ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു സൈക്ലിക് സിസ്റ്റമോ നടക്കുന്ന നേരത്ത് ഒരു ക്ലോസ് പാത്തിൽ ചിലപ്പോൾ ഒരുപാട് വർക്ക് ഡണിന് ചാൻസ് ഉണ്ട്. അതേപോലെ ഒരുപാട് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നേക്കാം. ഒന്നിലധികം ഉണ്ടാവാം വർക്ക് ഡൺ ആൻഡ് ഒന്നിലധികം ഉണ്ടാവാം ഹീറ്റ് ട്രാൻസ്ഫർ. സോ ഇൻ ടോട്ടൽ വാട്ട് വി റൈറ്റ് ഈസ് ടോട്ടൽ ഓഫ് ദി വർക്ക് ഡൺ വേർ ഇൻ എ cyclic process. Total of the work done is equal to Joule's equivalent into total of the heat transferred in a cycle. Clear? And where J is the Joule's equivalent, what is its value? It is 1 Newton meter per joule. അപ്പോൾ ഇത് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ദാറ്റ് സിഗ്മ W, സിഗ്മ ഓഫ് ദി വർക്ക് ഡൺ ഓവർ എ cyclic പ്രോസസ്സിൽ it will be equal to the heat transfer over a cyclic equation. അപ്പോൾ അതായത് വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും സെയിം ആയിരിക്കും ത്രൂ ഔട്ട് എ സൈക്കിൾ. അതാണ് നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓവർ എ ക്ലോസ്ഡ് പാത്ത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് work transfer is equal to or a cyclic integral of the closed path heat transfer. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ആൻഡ് ഹെൻസ് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് സിഗ്മ W ഓവർ എ സൈക്കിൾ ഈസ് ഈക്വൽ ടു സിഗ്മ Q ഓവർ എ സൈക്കിൾ. സോ ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നിന്ന് കൊണ്ടുവന്നതല്ല, മറിച്ച് എന്താണ്, ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കൊണ്ടുവന്നതല്ല, മറിച്ച് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ദാറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. അത് സിലബസിൽ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയഗ്രാം കൃത്യമായി വൃത്തിയിൽ വരച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കണം. എന്നിട്ട് വർക്ക് ഡൺ എങ്ങനെ കിട്ടി
ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരുപാട് വാല്യൂസ് വർക്ക് ഡണിൻ്റെ വെവ്വേറെ വാല്യൂസ് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ അപ്പോഴൊക്കെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ മാറി. പക്ഷെ ശ്രദ്ധയിൽ പെട്ടത് എന്താ, ഇത് രണ്ടും പ്രൊപ്പോർഷണലാണ്. വർക്ക് കൊടുക്കുന്നത് കൂടുമ്പോൾ ഹീറ്റ് ഔട്ട്പുട്ടും കൂടുന്നുണ്ട്, വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് കുറയുമ്പോൾ ഹീറ്റ് ഔട്ട്പുട്ടും കുറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാൻ ഹി ഇൻട്രൊഡ്യൂസ് എ ന്യൂ കോൺസ്റ്റന്റ് കോൾഡ് ജൂൾസ് ഈക്വലന്റ്. അപ്പോൾ ഒരൊറ്റ വർക്ക് ട്രാൻസ്ഫറും ഒരൊറ്റ ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിലാണ് ഈക്വേഷൻ. പൊതുവേ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ്സിൽ ഒരുപാട് വർക്ക് ട്രാൻസ്ഫർ ഹീറ്റ് ട്രാൻസ്ഫറിനും സാധ്യത ഉണ്ട്. സോ സിഗ്മ ഓഫ് ദ ടോട്ടൽ work transfer over a cycle, that is equal to joules equivalent into total heat transfer over that cycle. And joules equivalent എന്ന് പറഞ്ഞാൽ the unit അല്ലെങ്കിൽ the value is 1 Newton meter per joule. So it's a unity value. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡയറക്റ്റ്ലി എഴുതാം. It means it is the cyclic integral over a closed path. The work transfer is equal to cyclic integral over a closed path of the heat transfer. So this is the first law of thermodynamic equation for a closed path അല്ലെങ്കിൽ സൈക്ലിക് പ്രോസസ്സിനുള്ള ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ലോ ഓഫ് ഇക്വേഷൻ ഫോർ എ സൈക്ലിക് പ്രോസസ്. സൈക്ലിക് അല്ലാത്ത ഏതെങ്കിലും ഒരു സാധാരണ പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിഗ്മ ഓഫ് ഡബ്ല്യു സിക്കൽ ടു സിഗ്മ ഓഫ് ക്യൂ എന്ന് എഴുതാം. ബട്ട് ഇറ്റ്സ് നമ്മൾ ഈ സൈക്ലിക് ഇൻ്റഗ്രൽ ഇടുമ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിന് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ സൈക്ലിക് പ്രോസസ്സിനെ ഡയറക്റ്റ്ലി ഇംപ്ലൈ ചെയ്യുന്ന ഒരു റിലേഷനാണ് ഈ കാണുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആൻഡ് ഇങ്ങനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സിലബസിൽ വരുന്ന അടുത്തൊരു ടേമാണ് വിച്ച് ഈസ് കോൾഡ് PMM1. സ്ഥിരമായിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു കാര്യമാണ് PMM1, ഓർ ഇറ്റ് ഈസ് നോൺ ആസ് പെർപെച്വൽ മോഷൻ മെഷീൻ. Perpetual motion machine of machine of first kind. Or PMM1. It is also designated as PMM1. Perpetual motion of machine of first kind. So first law of thermodynamics പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ് പെർപെച്വൽ മോഷൻ ഓഫ് മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. എന്താണ് ഈ PMM1 എന്ന് പറഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി മെഷീനാണ്. ഇങ്ങനെ ഒരു മെഷീനേ സംഭവം ഇല്ല. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇമാജിനറി മെഷീൻ. സോ ഈ ഇമാജിനറി മെഷീൻ എന്താ? ഈ ഇമാജിനറി മെഷീൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി മെഷീനാണ്. ആൻ ഇമാജിനറി മെഷീൻ. ഇമാജിനറി മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും റിയൽ കേസിൽ ഇല്ലാത്തൊരു മെഷീനാണ്. ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഒബേ, ഡു നോട്ട് ഒബേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അങ്ങനത്തെ ഒരു മെഷീനാണ് എന്ത്? PMM1, പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. So what is PMM1 എന്ന് ചോദിച്ചാൽ what you have to say it is an imaginary engine or I say imaginary machine which develops work. It gives a work output which develop work without any heat input. Okay, which develops work without any heat input. ഇതിലേക്കുള്ള heat input എന്ന് പറഞ്ഞാൽ there is no heat input. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇങ്ങനത്തെ ഒരു മെഷീനെയാണ് നമ്മൾ പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുക. എന്താണ് പെർപെച്വൽ? സോ കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്? പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഈസ് ആൻ ഇമാജിനറി മെഷീൻ വിച്ച് ഓൾവേസ് ഗീവ് എ വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് എനി ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ഈസ് കോൾഡ് പെർപെച്വൽ മോഷൻ മെഷീൻ. ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടോ? ഇങ്ങനെ ഒരു മെഷീൻ ഇല്ല.
എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാരണം ഇത് റിയൽ കേസിൽ പോസിബിൾ അല്ല. ബിക്കോസ് ഇറ്റ് ഡു നോട്ട് ഒബേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ വർക്ക് ടോട്ടൽ വർക്ക് ഡൺ ഓവർ എ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഓവർ എ സൈക്കിൾ അല്ലേ? അപ്പോൾ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവണമെങ്കിൽ അവിടെ വർക്ക് ട്രാൻസ്ഫർ വേണം. അഥവാ ഒരു വർക്ക് ട്രാൻസ്ഫർ അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവണമെന്ന് നിർബന്ധം. അപ്പോൾ ഈ മെഷീന് എനിക്ക് എപ്പോഴും വർക്ക് ഔട്ട്പുട്ട് തരുന്നു. അങ്ങനെ വർക്ക് ഔട്ട്പുട്ട് തരികയാണ്. എന്തുപയോഗിക്കാതെ? യാതൊരുവിധ ഹീറ്റ് ഇൻപുട്ട് ഉപയോഗിക്കാതെ എനിക്ക് വർക്ക് ഔട്ട്പുട്ട് സ്ഥിരം തരുന്നൊരു മെഷീൻ. ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ട മെഷീനാണ്. അതായത് യാതൊരുവിധ, ഇപ്പം നമുക്ക് വണ്ടി ഓടുന്ന നേരത്ത് പെട്രോളും വേണ്ട, എയറും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ ചാവിട്ട് തിരിക്കുന്നു. നമ്മുടെ ബൈക്കോ അല്ലെങ്കിൽ നമ്മുടെ കാറോ വെറുതെ മൂവ് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടാവും? നമുക്ക് യാതൊരുവിധ ചിലവില്ല, വേറെ മെയിൻ്റനൻസ് ചാർജ് ഒന്നുമില്ല, വെറുതെ വന്ന് ഇരിക്കുന്നു, വണ്ടി സ്റ്റാർട്ടാക്കുന്നു, ഓണാവും. അങ്ങനെ ഒരു മെഷീൻ പോസിബിൾ ആണോ? കാറ് ഇല്ല, നമ്മളവിടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഫ്യൂവൽ. അതേപോലെ ഒരു മെഷീൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് തരുന്നുണ്ട്, ഉള്ളിലേക്കൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ് അല്ലേ? ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയൊരു മെഷീനാണ്. പക്ഷെ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടോ? അങ്ങനെ ഒരു മെഷീൻ പോസിബിൾ അല്ല. കാരണം എന്താ? ഇൻപുട്ട് ഉണ്ടെങ്കിലേ ഔട്ട്പുട്ട് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് തരിക വിത്തൗട്ട് എനി ഇൻപുട്ട് എന്ന് പറയുന്നത് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ആൻഡ് ദിസ് ഡസ് നോട്ട് ഒക്കർ. വൈ? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഇതൊരു ട്രിക്കി, മനസ്സിലാക്കാൻ എളുപ്പമാണ്, നമുക്ക് എഴുതാനും എളുപ്പമാണ്, പക്ഷെ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാമിനും പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്താണെന്ന് ചോദിക്കും. ഇറ്റ് ഈസ് ദി ഇതെന്താ മറ്റേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് എ ഫസ്റ്റ് കൈൻഡ് ഈസ് ആൻ ഇമാജിനറി മെഷീൻ വിച്ച് ഡസ് നോട്ട് ഒബേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഗീവ്സ് കണ്ടിന്യൂസ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് എനി ഇൻപുട്ട്. പക്ഷേ ഇങ്ങനെ ഒരു മെഷീനാണ് PMM1. ബട്ട് ഇൻ റിയൽ കേസ് ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് വർക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഹീറ്റിൽ നിന്ന് വർക്കായിട്ട് നമുക്ക് കിട്ടണം. ആൻഡ് ഹെൻസ് ഇഫ് ഇറ്റ് ക്രിയേറ്റ്സ് എ വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് എനി ഹീറ്റ് ഇൻപുട്ട് മീൻസ് it does not obey first law of thermodynamics. So this is the case of perpetual motion machine of first kind. So that's all for today's class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓൾ ടുഗദർ എന്തൊക്കെയാണെന്നുള്ളത് റിവിഷൻ, ഒരു ടോപ്പിക്സ് മാത്രം നമ്മൾ നോക്കി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. ആ ഇക്വേഷൻ കിട്ടിയ എക്സ്പെരിമെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. ആ ജൂൾസ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് ആ റിലേഷൻ എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ദെൻ ദ എൻഡ് വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് PMM1. ഈ 4 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സെഷനിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇനി നമുക്ക് വരാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചത് ഓവർ എ സൈക്കിളാണ് അല്ലേ? സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ സൈക്കിളാണ്. അതായത് ഇപ്പം ഞാനൊരു പ്രോസസ്സ് ഇങ്ങനെ നടത്തുന്നു, സേ ഐ ആം മൂവിങ് ഫ്രം 1 to 2 and next it is 2 to 1. So this is process A and this is process B എന്ന് സങ്കല്പിക്കുക. ഓക്കെ, കോർഡിനേറ്റ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനൊരു സൈക്ലിക് പ്രോസസ്സാണ്. 1 to 2 ഉണ്ട്, എന്നിട്ട് തിരിച്ച് 2 to 1 എത്തുമ്പോൾ സൈക്ലിക് പ്രോസസ്സാണ്. അവിടെയാണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്, വിച്ച് ഈസ് സൈക്ലിക് ഇൻ്റഗ്രൽ dq is equal to സൈക്ലിക് ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഓഫ് dw. പക്ഷേ ഇത് ഓർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, നമ്മൾ പഠിച്ചത് ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ്. അപ്പോൾ ഇത് ഒരു സൈക്ലിക് പ്രോസസ്സ് അല്ലാതെ വെറും ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, പക്ഷേ സൈക്ലിക് പ്രോസസ്സ് അല്ല, ഒരൊറ്റ പ്രോസസ്സ് മാത്രമുള്ളെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ in the next class we will be studying first law for a closed system undergoing change of state. ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് സൈഡിലായിട്ട് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് അനദർ ടോപ്പിക് വിച്ച് ഈസ് കോൾഡ് എനർജി. എനർജി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി വാല്യൂ ആണെന്നും അതിൻ്റെ പ്രൂഫാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ദെൻ വി വിൽ ഗോ ഫോർ സം ഫ്യൂ പ്രോബ്ലംസ് ഇൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ നമ്മുടെ ആ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. സോ
Study this portion very well in your university point of view as well as for your series exam point of view. So that's all for today. Thank you.